Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യം. സിദ്ധാന്ത പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള കോൺവെർസേഷനും മറ്റ് ഇടപഴകലും ഒക്കെ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരു മാതാജിയുടെ പേരാണ് കൗസല്യ മാതാജി. കൗസല്യ മാജിയും പ്രഭുപാദും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അതിനകത്ത് മാജി പറയുന്നുണ്ട്. കൗസല്യ മാജി ഒരു വട്ടം ന്യൂഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് പ്രഭുപാദും അവര് ഒരു ലെക്ചറാണോ അതോ റൂം കോൺവെർസേഷൻ ആണോ എന്ന് അതിനകത്ത് പറയുന്നില്ല. പക്ഷെ അവിടെ പ്രഭുപാദ് ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ പ്രഭുപാദ് ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ വ്യക്തി ഇങ്ങനെ മായയെക്കുറിച്ചാണ് പറയുന്നത്. മായയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ വ്യക്തി ഇങ്ങനെ പറയുകയാണ്, അത് ശിഷ്യനാണോ വേറൊരാളാണോ എന്നറിയില്ല, അതങ്ങനെ അവര് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല അതിനകത്ത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഈ ലോകമേ ഒരു തോന്നലാണ് എന്നിങ്ങനെ പറഞ്ഞു. മായയെക്കുറിച്ച് പറഞ്ഞു, ഈ ലോകമേ ഒരു തോന്നലാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് പ്രഭുപാദ് ആ വ്യക്തിയോടത് അങ്ങനെ പറയാൻ പാടില്ല, അത് ഒഫെൻസീവാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഈ ലോകത്തില് എത്ര നല്ല പുഴകളുണ്ട്, എത്ര സമുദ്രം, എത്ര പർവ്വതങ്ങള്, എത്ര മനോഹരമായ പ്രകൃതിയുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ആണ്, വളരെ നല്ലതാണ് ഈ ലോകം. പക്ഷെ ഒരേ ഒരു ഇതേ ഉള്ളൂ, അത് നശ്വരമാണ്, ടെമ്പററി ആണ് എന്നുള്ള കാര്യം പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം പ്രഭുപാദ് പിന്നെ പറഞ്ഞു, ഇപ്പോൾ ഒരു വ്യക്തി നല്ലൊരു പടം വരച്ചിട്ട് ആ പടം വരച്ച് പ്രഭുപാദ് ഇതാ പടം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നു കഴിഞ്ഞാൽ ഞാനത് തോന്നലാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒഫെൻസീവാണ്. ഈ പടം വെറും ഒരു തോന്നലാണ് എന്ന് പറയുമ്പോൾ അതൊരു അപരാധമാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രഭുപാദ് അത് പറഞ്ഞതിന് ശേഷം ആ കോൺവെർസേഷൻ തീർന്നു. അപ്പം കൗസല്യമാജി എൻ്റെ സാക്ഷാത്കാരം പറഞ്ഞു തരികയാണ്, മായാവാദികൾ എപ്പോഴും ഈ ലോകത്തിനെ ഒരു തോന്നൽ എന്ന് മാത്രമേ പറയുള്ളൂ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ അവരുടെ ആപ്തവാക്യമാണത്. അപ്പം തോന്നൽ മാത്രമായിട്ടാണ് പറയുന്നത്. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഒരു ഡിവോട്ടി മനസ്സിലാക്കുന്നത്, ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ആധ്യാത്മിക ലോകത്തിന്റെ തലതിരിഞ്ഞ ഒരു പ്രതിച്ഛായ മാത്രമാണ്. അപ്പം ഇത് നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ എത്രയോ കോടാനുകോടി ഇരട്ടി ഭംഗിയായിരിക്കും യഥാർത്ഥ രൂപം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ് കൗസല്യമാജി പ്രഭുപാദിന്റെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഈ ലോകത്തിലോടുള്ള അമിതമായ ആസക്തിയെ തടയാൻ വേണ്ടി ആചാര്യന്മാര് ഈ ഭൗതിക ലോകത്തിനെയും ആത്മീയ ലോകത്തിനെയും കമ്പയർ ചെയ്ത് പറയും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകം ഇല്ലാത്ത എന്ന അർത്ഥമാകുന്നില്ല. ഭൗതിക ലോകം ഉള്ളത് തന്നെയാണ്, പക്ഷെ അത് നശ്വരം മാത്രമാണ് എന്നുള്ള ഇതാണ് പറയുന്നത്. അപ്പം ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതായത് ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിനൊരു നിഴലുമുണ്ട്. അപ്പം ആചാര്യന്മാര് നമ്മളോട് ആ നിഴലിനെ നമ്മുടെ ആശ്രയമാക്കരുത്, പകരം ആ വ്യക്തിയാണ് ആശ്രയമാക്കേണ്ടതെന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത്. അത് നമ്മുടെ മനോഭാവത്തെയാണ് ആ മായ എന്ന് പറഞ്ഞ് അതിനെ ആചാര്യന്മാര് ಖಂಡಿക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭൗതിക പ്രകൃതി ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഭൗതിക പ്രകൃതി നമ്മൾ നിന്ദിക്കാൻ പാടില്ല. നമ്മൾ അതിനെ ആശ്രയിക്കുന്ന നമ്മുടെ ഭാവത്തിനെയാണ് യഥാർത്ഥത്തിൽ ഖണ്ഡിക്കേണ്ടത് എന്നുള്ള രീതിയിൽ മായാവാദികൾ ഇതെല്ലാം തോന്നലാണെന്ന് പറഞ്ഞ് അവസാനം ഭഗവാനെ തോന്നലാക്കിയവരെടുക്കും. പക്ഷെ ഇത് സത്യമാണ്, പക്ഷെ നശ്വരമാണ്. അപ്പം നമ്മൾ ഇതിനെയല്ല ആശ്രയിക്കേണ്ടത്, ഭഗവാന്റെ ശാശ്വതമായ പ്രകൃതിയാണ് ആശ്രയിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ
ഒരിക്കലും ഭഗവാനെ നിന്ദിക്കുന്ന തലത്തിലേക്ക് നമ്മൾ പോകത്തില്ല. അപ്പോൾ അതൊരു ബാലൻസ് ചെയ്ത് വേണം നമ്മളതിനെ കാണാൻ എന്നുള്ളത് പ്രഭുപാദ് അവിടെ പറഞ്ഞു തരുന്നത്.